ഈ സ്ഥലം കണ്ടിട്ട് വല്ലാതെ പേടിയാകുന്നു. ഇതിനെന്തിനാ എത്ര പേടിക്കുന്നേ? ഇവിടൊന്നും കാണാനില്ലല്ലോ. ഇത് ലഞ്ച് ടൈമാടാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും. എന്റെ അമ്മച്ചി, എന്ത് പറ്റിയടേ? ഒരു വലിയ സോഫ പറന്ന് അങ്ങോട്ട് പോയി. അയ്യോ എന്റെ അമ്മച്ചി. വേഗാകട്ടെ, പോകാം. പോപ്പട്ടെ. എടാ, നിന്റെ യാർഡ് കറങ്ങാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല. നമുക്ക് മാളിലേക്ക് പോവാന്നേ. സംശയമുണ്ടോ? മാളിലെപ്പോഴും പോകുന്നല്ലേ, നമുക്കിന്നൊരു ചേഞ്ച് ആക്കിയാലോ? അവിടെ പല കാഴ്ചകളും കാണും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കറക്കം അവിടെയാക്കാം. അവിടെ കറങ്ങിയിട്ട് ഇപ്പൊ എന്തോ കിട്ടാനാ? എടാ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിക്കകത്ത് എല്ലാ നോളജും ഉണ്ടാകണം. എന്നാ പിന്നെ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കെന്താണ് പ്രശ്നം? എന്റെ തലക്കകത്തൊന്നും ഇല്ലാത്തോണ്ട് ഈ അറിവ് കൊണ്ട് അവിടെ വെച്ചിട്ട് എന്തോ ചെയ്യാനാ? അപ്പൊ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോവില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. അത് പറയാനുള്ള ബുദ്ധിയെങ്കിലും ഹണി കാണിച്ചല്ലോ. സംശയമുണ്ടോ? എന്റെ കൂട്ടുകാരെ, പുതിയ സ്ഥലം കാണാൻ പോകുന്നതിന് എന്താ എത്ര പ്രശ്നം? വേഗം വാ പോപ്പാട്ട്. ഓക്കെ, പക്ഷെ എനിക്കെങ്ങാനും ബോറടിച്ചാ പിന്നെ ഞാനവിടെ നിൽക്കില്ല. അതൊക്കെ ശരിയായിക്കോളൂന്നേ. നമുക്കൊക്കെ എത്ര പ്രാവശ്യം ബോറടിക്കാറുള്ളതാ. പക്ഷെ അതൊക്കെ കുറച്ചേരം കഴിയുമ്പോ ശരിയാവാറുണ്ട് അല്ലേ? കളിയാക്കി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. സമ്മതിച്ചു, വേഗം പോകാം. എന്ത് വൃത്തിയായിട്ട് നാറ്റാ ഇവിടെ. യാർഡിൽ ഒന്നുകൂടെ കറങ്ങിയാലോ? എടാ, നീ രക്ഷപ്പെട്ടതല്ലേ, പിന്നെ എന്തിനെങ്ങനെ കിടന്ന് കാറുന്നേ? എന്റെ വാല്, എന്റെ വാല്. നമുക്ക് ആ കണ്ടെയ്നർ എടുത്ത് മാറ്റിയാലോ? ഈ കണ്ടെയ്നർ നമ്മുടെ മുഴുവൻ കുടുംബക്കാർ ചേർത്ത് പിടിച്ചാലും പൊങ്ങില്ല. വാല് വലിച്ച് പുറത്തെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? അതെ, ജോർദാറിനെ പിടിച്ച് വലിക്ക്. വലിച്ചു. എന്ത് പാടുപെട്ടാ ഞാൻ ആ വാല് വലിച്ച് പുറത്തെടുത്തത്? പിന്നെ എന്ത് അവനവന്റെ വാല് കൊണ്ട് കണ്ടെയ്നറിന്റെ അടിക്കൊണ്ട് വെച്ച്. എടാ കഴുതേ, വാല് വന്നതൊന്നുമല്ല, നീണ്ടതാണ്. കൂട്ടുകാരെ, ജോർദാറിന്റെ വാല് പിടിച്ച് വലിക്ക്. ഭയങ്കര പൊടിയാണ് ഇവിടെ. സംശയമുണ്ടോ? അതെ, പുറത്തേക്ക് പോകാം. കൊച്ചളിയാ, നമ്മളിത് എങ്ങോട്ടേക്ക് പോകുന്നേ? എടാ, ഈ പഴയ കണ്ടെയ്നേഴ്സ് എല്ലാം ക്രഷറിൽ ഇടുകയാണ്. നമ്മൾ എന്തായാലും ഇത് ചമ്മന്തിയാകും. ചാടേണ്ടി വരും, ചാടിക്കോ. നീ ഹണിയുടെ അളിയനാണെന്നോ കാര്യം? ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കാണ്. ഇത്രയും ഉയരത്തുനിന്ന് എങ്ങനെയാണ് ചാടാൻ പറ്റുക? ദേ നോക്ക്, ചാടി അതിൽ പിടിക്കാം, എന്നിട്ട് നേരെ താഴേക്ക് പോകാം. എന്നെ കൂടെ ചെയ്യാൻ കഴിയില്ല.
താഴേക്കിറങ്ങ് ഹണി ജം. ആ, ഇത് ഒരുപാട് ദൂരം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും ദൂരത്തേക്കെങ്കിലും ചാടാൻ പറ്റില്ല. സംശയമുണ്ടോ? എടാ കഴുതേ, നീ തത്തയാണ്, നിനക്കങ്ങോട്ട് പറഞ്ഞാ പോരെ? ആ ടെൻഷൻ കാരണം ഞാൻ അതങ്ങ് മറന്നുപോയി കേട്ടോ. എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു, പക്ഷെ ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി. ആലോചിച്ച് നോക്കി, എനിക്ക് പറക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അഥവാ ഞാൻ നിനക്ക് പറക്കാൻ പറ്റുന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇത് അപകടം പിടിച്ച സ്ഥലമാണ്, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. സംശയമുണ്ടോ? എന്തായാലും വന്നില്ലേ, നമുക്ക് എന്തായാലും കണ്ടറിയാം ഇവിടെയുള്ള സാധനങ്ങൾ എങ്ങനെയാ പൊട്ടിക്കുന്നതെന്ന്. മിഷൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഉം. ഉം. ആ, ആ? ഉം. 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 ഈ സ്ഥലം കണ്ടിട്ട് വല്ലാതെ പേടിയാകുന്നു. ഇതിനെന്തിനാ എത്ര പേടിക്കുന്നേ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇത് ലഞ്ച് ടൈമാടാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും. ഉം. ആ, ഐ, എന്റെ അമ്മച്ചി, ആ, എന്ത് പറ്റിയടേ? ഒരു വലിയ സോഫ പറന്ന് ദാ അങ്ങോട്ട് പോയി. അയ്യോ എന്റെ അമ്മച്ചി. ആ, ഉം, ഉം, ഉം. ആ, ഈ കഴുത എന്തായി ചെയ്യുന്നേ? കൊച്ചളിയ, 4 കാലുള്ളൊരു വാതിൽ ദാ ആ വഴി ഓടുന്നത് ഞാൻ കണ്ടു. എടാ മണ്ട, വാതിലിന് കാലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇവിടെ എന്തോ ഭൂതമൊക്കെ ഉണ്ട്. ഭൂതവും പ്രേതമൊന്നും ഇല്ലടേ ഇവിടെ. ദാ കണ്ടില്ലേ, 6 കാലുള്ളൊരു കട്ടില്. നിന്റെ ഭൂതത്തിനെ ഞാൻ കണ്ടു. ദേ, നിങ്ങളൊക്കെ ആരാ? മുതലാളി, ഇവന്മാര് നമ്മൾ മോഷ്ടിക്കുന്നതൊക്കെ കണ്ടു എന്നാ തോന്നുന്നേ. എടാ മണ്ടന്മാരെ, ആർക്കും വേണ്ടാത്ത ഈ പഴഞ്ച സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ മോഷ്ടിക്കുന്നേ? കാരണം ഷിപ്പിലെ വാതിലുകളും സോഫയെല്ലാം നല്ല ബലമുള്ളതായിരിക്കും. മാത്രമല്ല മാർക്കറ്റിൽ ഇതിന് നല്ല വിലയും കാണും. സംശയമുണ്ടോ? മാത്രമല്ല കപ്പൽ ഡെക്കറേഷനുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലയും ഉണ്ട്. അത് ആൾക്കാർക്ക് വീട്ടിൽ വെക്കാനും ഇഷ്ടമാണ്. അത് നല്ല വിലക്കാ വിൽക്കുന്നേ. ഇവിടുന്ന് കൊണ്ടുപോയി സാധനങ്ങൾ എല്ലാത്തിനെയും വിറ്റ് ഇവര് ഒരുപാട് കാശുണ്ടാക്കും. എടാ കഴുതകളെ, അന്തിച്ച് നിൽക്കുന്നത് എന്തുവാടാ? അവന്മാര് നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞത് കണ്ടില്ലേ? പോലീസ് എങ്ങാനും അറിഞ്ഞാൽ നമ്മളൊക്കെ അകത്താകും. ഇവന്മാരെയൊക്കെ പിടിച്ച് വേഗം കപ്പലിലോട്ട് കയറ്റേ, നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി വിൽക്കാം. ഓർമ്മ വേണം, ഒന്നും ഉടയാതെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. യവന്മാര് പട്ടിയിലെന്ന് പൂച്ചരെന്ന് അടി വാങ്ങി കൂട്ടുകയാണല്ലോ. ആ? ഏ? ഏ? ഇന്ന് ഈ ടേബിൾ ലാമ്പ് കൊണ്ട് അടിച്ചടിച്ച് നിന്റെയൊക്കെ ഫ്യൂസ് ഞാൻ കളയും. സംശയമുണ്ടോ? വേണ്ട, ടേബിൾ ലാമ്പ് കൊണ്ട് അടിക്കല്ലേ, അതിന് മാർക്കറ്റ് നല്ല വിലയുള്ളതാ. ഏ? മണ്ടന്മാരെ, നിങ്ങളുടെ വേറെത്തരങ്ങളൊന്നും ഞങ്ങളോട് നടക്കില്ല. ഈ പോപ്പട്ടിത് എങ്ങോട്ട് പോയി? ഗാഡ്സ്, ഈ 4 പേരെ ഉടനെ അറസ്റ്റ് ചെയ്യൂ. ഇവന്മാർ ഇവിടെ മോഷണം നടത്തുകയായിരുന്നു. ഞങ്ങളല്ല, നീയാണ് മോഷ്ടിക്കാൻ നോക്കിയത്. സംശയമുണ്ടോ? ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചെന്നോ? ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്, അറിയോ? എന്റെ സാറേ, യഥാർത്ഥ കള്ളൻ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഗുഡ്, വെരി ഗുഡ്. വേഗം ഈ 4 പേരെയും പിടിക്ക്.
അല്ല നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ എന്തോ തരികിട നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ CCTV ക്യാമറ അവിടെ വെച്ചത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്തു. അതിൽ ഫുള്ളായിട്ട് റെക്കോർഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. അയ്യോ വേണ്ട, എന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ദൈവത്തെ ഓർത്ത് ക്ഷമിക്കണേ. ഞാൻ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത്യാഗ്രഹിയായി പോയതാണ്. എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. ഞങ്ങളത് എങ്ങനെയാ വിശ്വസിക്കുക? എന്റെ കൂടെ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ച എല്ലാ കൂട്ടാളികളുടെയും പേരും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദയവായി എന്നോട് ക്ഷമിക്കണം. നിനക്ക് നാണാവുന്നില്ലേ ഒരു കെയർ ടേക്കറായിട്ട് നിനക്ക് ഇവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ? ഇനി എന്തായാലും നാണം കെട്ട് നീ കുറച്ചു കാലം ജയിലിൽ കിടക്ക്. സംശയമുണ്ടോ? താങ്ക് യു കുട്ടികളെ. ഇത് നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഈ കള്ളനെ പിടികൂടാൻ കഴിഞ്ഞത്. ഞങ്ങള് കാരണമല്ല, നിങ്ങളുടെ ബുദ്ധി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ ഇവിടെ CCTV ക്യാമറ വെച്ചത് കൊണ്ടല്ലേ ഇവിടെ കള്ളത്തിന് മനസ്സിലായത്. ഈ ക്യാമറ കേടാണ്, അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവനെ ഇതുവരെ പിടികൂടാൻ കഴിയാതിരുന്നത്. പിന്നെ സാറിന് എങ്ങനെ ഇവൻ മോഷ്ടിക്കുന്നു എന്ന വിവരം കിട്ടിയത്? അത് നിങ്ങളുടെ കൂട്ടുകാരൻ പോപ്പടാണ് പറഞ്ഞത്. ആ മാത്രമല്ല കെയർ ടേക്കർ പറഞ്ഞതെല്ലാം ഈ മൊബൈലിൽ ഞാൻ നേരത്തെ റെക്കോർഡും ചെയ്ത് വെച്ചിരുന്നു. സംശയമുണ്ടോ? എന്ത്? അപ്പൊ നീയാണ് എന്നെ ചതിച്ചതല്ലേ? ചതി. പിന്നെ തനിക്കെന്താ മെഡൽ തരണോ? ഇന്ന പിടിച്ചോ. അയ്യോ